Hello everyone, welcome to another video of basic level training program for choir directors as part of the Choral Factory Season 1. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കണ്ടക്റ്റിംഗ് ദ ക്വയർ എന്നുള്ളതാണ്. കണ്ടക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വയറിൻ്റെ മുന്നിൽ നിന്ന് ബീറ്റ് പാറ്റേൺസ് കാണിക്കുന്നത് മാത്രമല്ല. കണ്ടക്റ്റിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ക്വയറിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന ബീറ്റ് പാറ്റേൺസ്. കണ്ടക്റ്റിങ്ങിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം. Conducting refers to the directions given by the director on how to make the song sound better. ആ പാട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ട് പാടാനായിട്ട് ക്വയർ മാസ്റ്റർ അല്ലെ ക്വയർ ഡയറക്ടർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് കണ്ടക്റ്റിങ്ങിൻ്റെ ഒരു ഭാഗം. അതിൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ആസ് ടു ഡു ജസ്റ്റിസ് ടു ദ മ്യൂസിക്. നമുക്ക് തന്നിരിക്കുന്ന മ്യൂസിക് സ്കോറിനോട് നീതി പുലർത്തുക എന്നുള്ളൊരു ഡ്യൂട്ടിയും കൂടെ അവിടെയുണ്ട്. അതിനകത്ത് തന്നിരിക്കുന്ന ഓരോ മാർക്കിങ്ങിനും കൃത്യമായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ക്വയറിനെ മനസ്സിലാക്കി പാടിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കണ്ടക്ടറിൻ്റേതാണ്. ഇതിൽ ആ പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ ആ കമ്പോസറിന് കുറച്ച് ഇൻറ്റൻഷൻസ് ഉണ്ട്. നമ്മളുടെ ഗായക സംഘം ഇപ്പോൾ ആ പാട്ട് പാടുന്ന ലെവലുമുണ്ട്. നമ്മുടെ ഗായക സംഘത്തിൻ്റെ ഈ ലെവലിൽ നിന്ന് കമ്പോസറിൻ്റെ ഇൻറ്റൻഷൻസിലേക്ക് എത്തിക്കാനായിട്ട് ക്വയർ ഡയറക്ടർ കൊടുക്കുന്ന ഡയറക്ഷൻസിനെയാണ് നമ്മൾ കണ്ടക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഫ്രേസിങ് വരാം, ഡൈനമിക്സ് വരാം, സ്റ്റൈൽ വരാം. ഇതെല്ലാം നമ്മളുടെ പാട്ടിനെ മറ്റൊരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, ഡോണ്ട് കണ്ടക്ട് ടിൽ ദ ക്വയർ ഇസ് റെഡി വിത്ത് ദ സോങ്. അതിൻ്റെ പാർട്സ് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കണ്ടക്ട് ചെയ്യാവൂ. രണ്ട്, നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്കോർ സ്റ്റഡി നമുക്ക് വേണം. നമ്മൾ ആ പാട്ടിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് മാത്രമേ ഗായക സംഘത്തിന് മുന്നിൽ പോകാവൂ. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പ്രിപ്പയർഡ് അല്ലാതെ ഒരു ക്ലാസ്സിൽ ചെന്നാൽ ആ ക്ലാസ്സിലെ ഏറ്റവും മോശം വിദ്യാർത്ഥിക്ക് പോലും ഞാൻ പ്രിപ്പയർഡ് അല്ല എന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ക്വയർ ഡയറക്ടർ ആ പാട്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ കണ്ടക്ട് ചെയ്യാൻ ആരംഭിക്കാവൂ. ക്വയർ മെമ്പേഴ്സിനുള്ള സംശയങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കേൾക്കണം. നമ്മളൊക്കെ പറ്റുന്നിടത്തോളം അത് ദൂരീകരിച്ച് കൊടുക്കുകയും വേണം. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കാണുകയില്ല. അത് അടുത്ത പ്രാക്ടീസിൽ പറഞ്ഞാൽ മതിയാവും. നമ്മളുടെ കണ്ടക്റ്റിംഗ് പാറ്റേൺസ് ക്വയറിന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ജെസ്റ്റേഴ്സ് വെച്ച് ക്വയറിന് റെസ്പോണ്ട് ചെയ്യുവാനും സാധിക്കണം. കണ്ടക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബാർ വെച്ച്, അതായത് പാട്ടിൻ്റെ തുടക്കം വെച്ച് എപ്പോഴും എല്ലാ പ്രാക്ടീസിലും തുടങ്ങരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ പ്രാക്ടീസിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 1-2 ബാറുകൾ മാത്രമായിരിക്കാം. ഹിം ആണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാക്ടീസിലും ആദ്യത്തെ സ്റ്റാൻസ വെച്ച് നമ്മൾ തുടങ്ങരുത്. പല പോർഷൻ റിഹേഴ്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പാട്ട് പാടുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അതിൻ്റെ വോക്കൽ റേഞ്ച് ഭയങ്കര ഹൈ ആയിരിക്കും, ചിലപ്പോൾ ഒരുപാട് ഹൈ നോട്ട്സ് ഉള്ളതായിരിക്കും. കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്കത് ട്രാൻസ്പോസ് ചെയ്ത് ക്വയറിന് കംഫർട്ടബിളായിട്ട് പാടാൻ പറ്റുന്ന ഒരു റേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അവിടെ ഹൈ നോട്ട്സ് പാടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മളുടെ മ്യൂസിക്കൽ ഐഡിയ ആ ക്വയറിന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓൾവേസ് കീപ് ദ ക്വയർ ഗെസ്സിങ്. നമ്മൾ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത് തീർക്കരുത്. ഓരോ പ്രാക്ടീസിനും ഓരോ പുതിയ എലിമെൻറ്റ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ക്വയറിന് ഓരോ തവണയും പാട്ട് ഇമ്പ്രൂവ് ആകുന്നത് അവർക്ക് മനസ്സിലാകുകയും അതിനനുസരിച്ച് അവർക്ക് അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ പ്രോഗ്രാമിൻ്റെ 2-3 റിഹേഴ്സൽസിന് മുമ്പ് പാട്ട് കംപ്ലീറ്റ് ആകുകയും അന്ന് മുതൽ ആ പാട്ടിൻ്റെ കംപ്ലീറ്റ് ഐഡിയ അവർക്ക് കിട്ടുകയും അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പാട്ട് കംപ്ലീറ്റ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കത് ബോറടിക്കുകയും പിന്നെ കാരൽ സർവീസിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് ആ പാട്ട് മടുത്തു തുടങ്ങുകയും ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് നെവർ കംപ്ലീറ്റ്ലി കണ്ടക്ട് ദ ക്വയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് പ്രാക്ടീസസ്. സബ്സിക്വൻറ്റ് പ്രാക്ടീസസിൽ മാത്രമേ ആ പാട്ടിൻ്റെ ഹോൾ പിക്ചർ നമ്മൾ ക്വയറിൻ്റെ മുന്നിൽ റിവീൽ ചെയ്യാവൂ. നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഗായക സംഘാംഗങ്ങൾ ആ പേപ്പറിൽ അവർ മാർക്ക് ചെയ്യേണ്ടതാണ്. അതിന് പെൻസിൽസ് വേണ്ടി വരും. ലൈബ്രറിയനോട് ആ പെൻസിൽസ് തയ്യാറാക്കി വെക്കാൻ നമ്മൾ നേരത്തെ പറയണം. പ്രാക്ടീസിനിടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻസ് ഗായക സംഘത്തിന് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളാണ്. ദാറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്തോറും നമുക്ക് വേണ്ടിയ രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാകാതിരിക്കും. ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചിലപ്പോൾ പ്രാക്ടീസ് വെച്ചിട്ടുണ്ടാവും. അതിൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് ആക്ച്വലി പ്രയോജനമുള്ളതായി തീരാറുള്ളൂ. അതുകൊണ്ട് പാട്ട് പഠിപ്പിക്കുമ്പോൾ എപ്പോഴാണോ അവർ റെസ്പോണ്ട് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നതെന്ന് മനസ്സിലാക്കി അപ്പോൾ നമ്മൾ മറ്റൊരു പാട്ട് എടുക്കുമോ ഒരു ബ്രേക്ക് എടുക്കുകയോ ചെയ്യണം. അതിനുശേഷം ബ്രേക്കിന് ശേഷം തിരികെ വന്നിട്ട് നമുക്ക് ആ പാട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ അത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അന്നത്തേക്ക് ആ പ്രാക്ടീസിലേക്ക് പിന്നെ നമ്മൾ ആ പാട്ട് നോക്കരുത്. അടുത്ത പ്രാക്ടീസിൽ മാത്രമേ ആ പർട്ടിക്കുലർ സോങ് നമ്മൾ റിഹേഴ്സ് ചെയ്യാവൂ. ഗിവ് ദ സോങ് ദ ഇമേജ് ദാറ്റ് യു ഹാഡ് ഇൻ മൈൻഡ്. കണ്ടക്ടർ എന്ന രീതിയിൽ നമുക്ക് ആ പാട്ടിനെക്കുറിച്ചുണ്ടായിരുന്ന ഒരു ഇമേജ്
നമ്മൾ ക്വയറിലേക്ക് പകർന്നു കൊടുക്കുക തന്നെ ചെയ്യണം. ക്വയറിനെ നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യണം. ഒരു കാരണവശാലും അവരെ വഴക്ക് പറയരുത്. അലൗ ദം ടു മേക്ക് മിസ്റ്റേക്സ്. അവർക്കും പറ്റുന്ന അത്രയും മിസ്റ്റേക്കുകൾ നമ്മുടെ പ്രാക്ടീസിന് ഇടയ്ക്ക് വരുത്തി കഴിയുമ്പോൾ അവിടെ എന്താണ് വിഷയം എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് വളരെ പ്ലാൻഡായിട്ട് നമ്മൾ ചെയ്യണം. ഫൈൻഡ് ഔട്ട് വാട്ട് ദ മിസ്റ്റേക്ക് ഈസ്, ഐസൊലേറ്റ് ദാറ്റ് മിസ്റ്റേക്ക്. അതിനുശേഷം അത് സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, ഓൾട്ടോ എൻട്രിക്ക് ശേഷം ടെനർ പാടുന്നൊരു സാഹചര്യമുണ്ടെന്ന് വിചാരിക്കുക. സൊപ്രാനോ എൻട്രി, ഓൾട്ടോ എൻട്രി, ടെനർ എൻട്രി. പാടി വരുമ്പോഴത്തേക്ക് ടെനറിന് ആ എൻട്രി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മിക്കവാറും 2 കാരണമായിരിക്കും. ഒന്നുകിൽ ആ ടെനറിൻ്റെ നോട്ട് കിട്ടുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ആ എൻട്രിയുടെ ടൈം കിട്ടുന്നില്ലായിരിക്കും. അതിലേതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഓൾട്ടോ എൻട്രിക്ക് ശേഷം നമ്മൾ ഒന്നുകൂടെ ടെനർ എൻട്രി പാടിച്ച് നോക്കുക. അല്ലാതെ സൊപ്രാനോ, ഓൾട്ടോ, ടെനർ എൻട്രികൾ നമ്മൾ അടുപ്പിച്ച് 5 തവണ പാടിയതുകൊണ്ട് ആ പാട്ടിൻ്റെ ഇഷ്യൂ ഇല്ലാതാകുകയില്ല. സോ ഓൾവേസ് ഐസൊലേറ്റ് എറേഴ്സ് ആൻഡ് കറക്റ്റ് ഇറ്റ് ദാൻ ആസ്കിംഗ് ദ ക്വയർ ടു റിപ്പീറ്റ് ദ സോങ് 5 or 10 times. ഓൾവേസ് കീപ് ദ ഹ്യൂമർ അലൈവ്. ഫുൾ ടൈം ക്വയർ ഡയറക്ടർ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് പ്രാക്ടീസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ക്വയർ മെമ്പേഴ്സ് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ തരാൻ മടിക്കും. അവർക്ക് പേടിയാണ് അടുത്ത ലെവലിൽ ക്വയർ ഡയറക്ടർ വഴക്ക് പറയുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഓൾവേസ് എൻകറേജ് ദം ആൻഡ് കീപ് ദ ഹ്യൂമർ അലൈവ്. നമ്മുടെ പ്രാക്ടീസ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ലെസർ ഓഫ് ടോക്കിംഗ് ആൻഡ് മോർ ദ ക്വയർ ഷുഡ് ലേൺ ഫ്രം അവർ ജെസ്റ്റേഴ്സ്. ആദ്യം നമ്മൾ ക്വയറിനെക്കുറിച്ച്, ഈ പാട്ടിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നു. പ്രാക്ടീസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് ശേഷം ആ കംപ്ലീറ്റ് പാട്ട് നമ്മൾ ഒരിക്കൽ അങ്ങ് പാടി നോക്കുകയാണ്. അതിനിടയ്ക്ക് വേണ്ടിയ ഡയറക്ഷൻസ് നമ്മുടെ ജെസ്റ്റേഴ്സിൽ നിന്ന് ക്വയറിന് മനസ്സിലാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. നിർബന്ധമായും നമ്മുടെ റിഹേഴ്സൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എനിക്ക് പേഴ്സണലി വളരെ പ്രയോജനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ റിഹേഴ്സൽസ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വീട്ടിൽ പോയി അത് ഒരു തവണയും കൂടെ കേൾക്കുമ്പോൾ ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാത്ത കുറേ മിസ്റ്റേക്സ് ഞാൻ അതിനകത്ത് കണ്ടുപിടിക്കും. അതെൻ്റെ അടുത്ത പ്രാക്ടീസിനെ വളരെയധികം സഹായിക്കും. കാരണം അടുത്ത പ്രാക്ടീസിൽ ഞാൻ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ആ റെക്കോർഡിങ്ങിൽ നിന്ന് എനിക്ക് ലഭിക്കും. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. താങ്ക് യു.